ഷക്കീന ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകരെയും മിസ്ബ 4 എന്ന ഈ ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സെപ്റ്റംബർ 1 തീയതി മുതൽ 8 തീയതി വരെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളാണ്. 8 നോമ്പിൻ്റെ ദിവസങ്ങൾ കേരള ക്രൈസ്തവരെ സംബന്ധിച്ച് പുണ്യദിനങ്ങളാണ്. കേരള ക്രൈസ്തവരുടെ ഇടയിൽ നൈസർഗികമായി വളർന്നു വന്ന വലിയൊരു അനുഭവത്തിൻ്റെ പ്രാർത്ഥനയാണ് 8 നോമ്പ് പ്രാർത്ഥനകൾ. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളും പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനകളുമാണ് 8 നോമ്പിലെ പ്രാർത്ഥനകൾ. 8 നോമ്പിനോടനുബന്ധിച്ചാണ് ഷക്കീന ചാനൽ മിസ്ബ 4 എന്ന ഈ ഒരു ശുശ്രൂഷ സംഘടിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ആരംഭിക്കാം. എല്ലാവരും ദയവേത് എഴുന്നേറ്റ് നിൽക്കുക. പരിശുദ്ധ അമ്മയുടെ ഓർമ്മയിൽ ധ്യാന നിർലീനരായി നമുക്ക് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. വെളിച്ചം ജീവന്റെ തെളിച്ചം നീയൻ അഭയമല്ലേ അമ്മേ, നീയൻ അഭയമല്ലേ. നീയന്റെ വെളിച്ചം ജീവന്റെ തെളിച്ചം നീയൻ അഭയമല്ലേ അമ്മേ, നീയൻ അഭയമല്ലേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ അമ്മേ, കനിവിൻ കേദാരമേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ അമ്മേ, കനിവിൻ കേദാരമേ. നീ എൻ്റെ വെളിച്ചം ജീവന്റെ തെളിച്ചം നീയൻ അഭയമല്ലേ അമ്മേ, നീയൻ അഭയമല്ലേ. എല്ലാ ദൈവമക്കളും എളിമയോടെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, എൻ്റെ ഹൃദയത്തിന് നീറുന്ന വേദനകൾ, തളരുന്ന എൻ്റെ മനസ്സ്, തകർന്നു പോകുന്ന എൻ്റെ ജീവിതം അമ്മ അറിയണമേ. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ ഹൃദയം തളരും നേരം എനിക്കു താങ്ങായി നിൽക്കണമേ. എൻ്റെ ഹൃദയം തളരും നേരം എനിക്കു താങ്ങായി നിൽക്കണമേ. നിന്റെ ദയതൻ കൽപ്പടവിൽ നീ എന്നെ ഇരുത്തേണമേ അമ്മേ, കനിവിൻ കേദാരമേ. നിന്റെ ദയതൻ കൽപ്പടവിൽ നീ എന്നെ ഇരുത്തേണമേ അമ്മേ, കനിവിൻ കേദാരമേ. വെളിച്ചം ജീവന്റെ തെളിച്ചം നീയൻ അഭയമല്ലേ അമ്മേ, നീയൻ അഭയമല്ലേ അമ്മേ, നീയൻ അഭയമല്ലേ അമ്മേ, നീയൻ അഭയമല്ലേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നാം സമർപ്പിക്കുന്ന പ്രാർത്ഥനകളും നമ്മുടെ ഹൃദയവേദനകളും നമ്മുടെ അപേക്ഷകളും പരിശുദ്ധ അമ്മ താല്പര്യപൂർവ്വം ഏറ്റെടുക്കുന്നു. പരിശുദ്ധ അമ്മ ദൈവസന്നിധിയിൽ അവ സമർപ്പിക്കുന്നു. നമുക്കിപ്പോൾ നമ്മുടെ ഹൃദയവേദനകൾ, കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ, ആത്മാവിൻ്റെ നൊമ്പരങ്ങൾ എല്ലാം സമർപ്പിക്കാം.
അമ്മേ അമ്മേ ഈ ദാസനെയും കുടുംബത്തെയും കൈവിടരുത്. ഈ കുടുംബത്തെ അമ്മ കൈവെടിയരുത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒരിക്കൽ കൂടെ കരങ്ങൾ കൂപ്പി കൈവെടിയരുതേ. കന്യക മറിയമേ, കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ, അമ്മേ കനിവിൻ കേദാരമേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ, അമ്മേ കനിവിൻ കേദാരമേ. എല്ലാ ഹൃദയഭാരങ്ങളും ഇപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കുക. അമ്മേ, കണ്ണുനീര് കാണണമേ, തകർച്ച കാണണമേ, സങ്കടക്കടലായിരിക്കുന്ന ജീവിതത്തെ അറിയണമേ. പരിശുദ്ധ അമ്മേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ ഹൃദയം തളരും നേരം എനിക്കു താങ്ങായി നിൽക്കണമേ. എന്റെ ഹൃദയം തളരും നേരം എനിക്കു താങ്ങായി നിൽക്കണമേ. നിന്റെ ദയതൻ കൽപ്പടവിൽ നീ എന്നെ ഇരുത്തേണമേ. അമ്മേ കനിവിൻ കേദാരമേ. നിന്റെ ദയതൻ കൽപ്പടവിൽ നീ എന്നെ ഇരുത്തേണമേ. അമ്മേ കനിവിൻ കേദാരമേ. കരങ്ങൾ കൂപ്പി നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ. അമ്മേ നീ എൻ അഭയമല്ലേ. നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ. അമ്മേ നീ എൻ അഭയമല്ലേ. അമ്മേ നീ എൻ അഭയമല്ലേ. അമ്മേ നീ എൻ അഭയമല്ലേ. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിസ്പ 4 എന്ന ശുശ്രൂഷ ഷക്കേന ചാനലിൽ തുടർന്നിരുന്ന ദിവസങ്ങളിൽ നടക്കുകയാണ്. ഇന്നതിൻ്റെ ആദ്യത്തെ ദിവസമാണ്. സെപ്റ്റംബർ 1 തൊട്ട് സെപ്റ്റംബർ 8 വരെയുള്ള ദിവസങ്ങൾ വളരെ വലിയ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഓർമ്മയാണ് ഈ ദിവസങ്ങളിലെ പ്രത്യേകത. 8 നോമ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് തങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ, തങ്ങളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വളരെ വലിയൊരു പ്രതിസന്ധി വന്നപ്പോൾ, തങ്ങളുടെ ജീവിതങ്ങളെല്ലാം തകർത്തെറിയപ്പെടുമെന്നൊരവസ്ഥ വന്നപ്പോൾ, അസംഖ്യം സ്ത്രീകളും കുട്ടികളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച്, പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വലിയ പടയോട്ടത്തിൻ്റെയും പട്ടാള അധിനിവേശത്തിൻ്റെയും തിക്തഫലങ്ങൾ, കയ്പ് നിറഞ്ഞ ഫലങ്ങൾ അനുഭവിച്ചിരുന്ന അനേകരുടെ കഥകൾ കേട്ട തിരുവിതാംകൂറിലുള്ള വിശ്വാസികൾ തങ്ങളുടെ ദേവാലയം, തങ്ങളുടെ കുടുംബങ്ങളൊക്കെ തകർത്തെറിയപ്പെടുമെന്നൊരവസ്ഥ വന്നപ്പോൾ
പരിശുദ്ധ മാതാവിൽ പൂർണ്ണ ഹൃദയത്തോടെ ശരണപ്പെട്ട അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച് പരിശുദ്ധ അമ്മയെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ അത്ഭുതകരമായി ഒരു സമുദായത്തിന് ലഭിച്ച, ഒരു സമൂഹത്തിന് ലഭിച്ച ദൈവിക ഇടപെടലിൻ്റെ ഓർമ്മയാണ് 8 നോമ്പ് ആചരണത്തിൻ്റെ അടിത്തറയിൽ കിടക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഓർമ്മയിലാണ് നമ്മൾ ഈ വർഷവും 8 നോമ്പ് ആചരണത്തിന് തുടക്കം കുറിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഈ ഒരു മിസ്പ 4 എന്നതിലുള്ള ഈ ആദ്യത്തെ ദിവസം അച്ഛൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളിതിനു മുമ്പ് ഒരു പക്ഷേ കൺവെൻഷനുകൾ കൂടിയിട്ടുണ്ട്, ധ്യാനങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ധാരാളം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അട്ടപ്പാടിയിൽ വന്ന് സെഗിയോൺ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനങ്ങൾ കൂടിയവരും അട്ടപ്പാടിയിലെ ഏകദിന ശുശ്രൂഷകൾ പങ്കെടുത്തവരും ഇതിനകത്ത് ധാരാളം കൂടുന്നുണ്ട്. അച്ഛനെ നേരിട്ടറിയാവുന്ന ഒത്തിരി പേര് ഇതിനകത്ത് കൂടുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും ഞാൻ സന്തോഷത്തോടെ അഭിവാദനം ചെയ്യുകയാണ്. എന്നാൽ ഇതിനകത്ത് ഇതുവരെയും കൂടാതെ ആദ്യമായിട്ട് ഇതിനകത്ത് കൂടുന്നവരുണ്ട്. ഇതിനു മുമ്പ് ഒരിക്കലും അച്ഛനെ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് നിങ്ങൾ അച്ഛനെ കാണുന്നവരും അച്ഛൻ്റെ സ്വരം കേൾക്കുന്നവരും അച്ഛൻ്റെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവരും ഇതിനകത്ത് കുറേ പേരുണ്ട്. കുറച്ച് പേര് വിശ്വാസമുള്ളവരുണ്ട്, കുറച്ച് പേര് വിശ്വാസം ഇല്ലാത്തവരാണ്. കുറച്ച് അങ്ങനെ നാനാ വിധത്തിലുള്ള ആളുകളെ കർത്താവ് ഇന്നിവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു ഘടന നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ ആദ്യം തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഒരു ധ്യാന പ്രസംഗമായി കണക്കാക്കരുത്. ഇതൊരു ധ്യാന പ്രസംഗമല്ല, ഇതൊരു കൺവെൻഷൻ ശുശ്രൂഷയല്ല, ഇതൊരു ആത്മീയ പ്രഭാഷണമല്ല. ഇത് ഒരു സമുദായം എന്ന നിലയ്ക്ക്, ഒരു സമൂഹം എന്ന നിലയ്ക്ക് ക്രിസ്തീയ മക്കൾ, ക്രിസ്തീയ വിശ്വാസികൾ അനുഭവിക്കുന്ന ഹൃദയതുല്യമായ വേദനയുടെ ഒരു പങ്കുവെക്കലാണ്. കൺവെൻഷനും ധ്യാനങ്ങളൊക്കെ നമുക്ക് വേറെ കൺവെൻഷൻ വേദികളും ധ്യാന വേദികളും ഉണ്ട്. നമുക്ക് അവിടെ അതൊക്കെ ലഭിക്കുന്നതാണ്. ഇത് ഷക്കീന ന്യൂസ് ചാനലിൽ ഇത് ഒരു സമുദായത്തിൻ്റെ വേദന പങ്കുവെക്കുന്ന ഒരു വേദിയായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് വാർത്താ ചാനലിലൂടെയൊക്കെ ധാരാളം ക്രിസ്തീയ സഹോദരങ്ങൾ സംസാരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അവരുടെ വാക്കുകൾ നല്ല ഷാർപ്പായ വാക്കുകളും ചൂടേറിയ വാക്കുകളും ഭയങ്കരമായ മൂർച്ചയുള്ള വാക്കുകളൊക്കെ അവരിൽ നിന്ന് വരാനിട വന്നത് എൻ്റെ ശ്രദ്ധയിൽ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അവരങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ പശ്ചാത്തലം, അവരുടെ വേദനയും നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇന്ന് ക്രിസ്തീയ മക്കൾ സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലായാലും മറ്റ് വേദികളിലായാലും അവർ സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ വേദന, ചിലപ്പോഴൊക്കെ ചില പരുഷമായോ ചില ഷാർപ്പായോ ഒക്കെ സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്തപ്പോഴൊക്കെ അതിൻ്റെ പശ്ചാത്തലമായി കിടക്കുന്ന അവരുടെ ഹൃദയത്തിൻ്റെ വേദന ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം മുഴുവൻ, ഈ മലയാളി സമൂഹം മുഴുവനും അറിയണം, മനസ്സിലാക്കണമെന്ന് ഞാനൊന്ന് ആഗ്രഹിക്കുകയാണ്. ഒത്തിരി പേര് വളരെ ശാന്തരും ഒരു കാര്യത്തിനും കാര്യമായിട്ടൊന്നും മറുപടി പറയാത്തവരുമായി ഒത്തിരി പേര് ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായും വളരെ വളരെ മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ച് വിശ്വാസത്തിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നത് ഞാൻ ശ്രദ്ധിച്ചു. മുൻപൊരിക്കലും ഇല്ലാത്ത വിധം ധാരാളം വിശ്വാസികൾ ഉണർന്ന് സഭയ്ക്ക് വേണ്ടിയും സമുദായത്തിന് വേണ്ടിയും സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഈ കേരളത്തിലുള്ള ഒത്തിരി മറ്റനേകം വിശ്വാസികൾ, മറ്റനേകം ആളുകൾ അത്ഭുതപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഒരു മാറ്റം, എന്തുകൊണ്ടാണ് ഒരു ചേഞ്ച്, എന്തുകൊണ്ടാണ് ഒരു വ്യത്യാസം ഈ കേരളത്തിലുള്ള ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വന്നിരിക്കുന്നത് എന്ന് പലരും അത്ഭുതപ്പെടുകയാണ്. ഇത് മനസ്സിലാക്കാതെ, ഇത് ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ക്രിസ്തീയ സമൂഹത്തിലൊരു അംഗം കടന്നു പോകുന്ന വേദന മനസ്സിലാക്കാത്ത ഒരാൾക്ക് ഇവരുടെ പ്രതികരണത്തിൻ്റെ ആഴം, ഇവരുടെ പ്രതികരണത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഹൃദയത്തിൻ്റെ വേദന, നൊമ്പരം മനസ്സിലാവുകയില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയണമെന്ന് അച്ഛന് വളരെ ശക്തമായൊരു ബോധ്യം ലഭിച്ചതനുസരിച്ച് ഈ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിസ്പ 4 എന്നുള്ളത് ക്രൈസ്തവ സമുദായം, ക്രിസ്തീയ സമുദായം കടന്നു പോകുന്ന വേദനയുടെ ഒരു പ്രകാശനം കൂടെയാണ്. അതുകൊണ്ട് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഒരു തുറന്ന മനസ്സോടെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ വേദന മനസ്സിലാക്കാൻ ഞാൻ ക്ഷണിക്കുകയാണ്. എനിക്കിന്ന് ആദ്യത്തെ ദിവസം ഇന്ന് എനിക്ക് പറയാനുള്ളത്, ഇത് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, ലോകമാസകലമുള്ള ക്രിസ്തീയ വിശ്വാസികളുടെ വേദന കൂടെയാണ്.
ലോകമാസകലമുള്ളൊരു പ്രതിഭാസമാണ് ക്രിസ്ത്യാനികൾ അന്യായമായി ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത്. ഇത് മലയാളികളുടെ മാത്രം ഒരു വിഷയമല്ല, ഇത് ഇവിടുത്തെ ഒരു വിഷയമായിട്ട് ഇത് മാത്രം നിങ്ങൾ കണക്കാക്കരുത്. ലോകവ്യാപകമായ ഒരു പ്രതിഭാസമാണ് ക്രിസ്ത്യാനികൾ അന്യായമായി ആക്രമിക്കപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് പറയുമ്പോൾ ക്രിസ്ത്യാനികളെക്കുറിച്ച് മാത്രം ചിന്തിക്കണമെന്നുള്ളതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പീഡിത സമൂഹത്തെക്കുറിച്ചെല്ലാം ചിന്തിക്കണം. നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ, ഇവിടെ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമൂഹത്തിലായിക്കോട്ടെ, ഏതെങ്കിലും രാജ്യത്തായിക്കോട്ടെ, അവിടെ ഒരു സമൂഹം പീഡിപ്പിക്കപ്പെടുകയും ആ സമൂഹം ശിഥിലീകരിക്കപ്പെടുകയും ആ സമൂഹം ഘട്ടം ഘട്ടമായി തിരോഭവിക്കുകയും മാഞ്ഞു പോവുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടെങ്കിൽ അത് ആ സമൂഹത്തിൻ്റെ, അവിടെയുള്ള പൊതുസമൂഹത്തിൻ്റെ സുസ്ഥിതിയെ ബാധിക്കും. ഒരു ബിൽഡിങ്ങിൻ്റെ വിവിധ കല്ലുകൾ എന്നതുപോലെ അനേക സമൂഹങ്ങൾ കൈകോർത്ത് വളരേണ്ട ഒരു വേദിയാണ് പൊതുസമൂഹം അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ സമൂഹം എന്നുള്ളത്. അവിടെ ഒരു സമൂഹവും പീഡിത സമൂഹമായി, ഒരു സമൂഹവും ശിഥിലീകരിക്കപ്പെട്ടതായി നാമാവശേഷമാകാൻ നമ്മൾ ഇടവരുത്തരുത്. നാമാവശേഷമാകുന്ന എല്ലാ സമൂഹത്തോടും, പീഡിത സമൂഹത്തോടും മുഴുവൻ നമുക്കൊരു തുറവിയും സഹോദര തുല്യമായൊരു പരിഗണനയും നമുക്ക് ആവശ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഈ ദിവസം ഇന്നലെ ഒരു വാർത്ത വന്നു. എത്യോപ്യയിലെ ക്രൈസ്തവർ അഭിമുഖീകരിക്കുന്ന ഒരു വേദനയെക്കുറിച്ച്. അവിടെ വാർത്ത എങ്ങനെയാണ്? 300 ക്രൈസ്തവരെ ഇസ്ലാമിക കലാപകാരികൾ ചുട്ടുകൊന്നു. റിപ്പോർട്ട് സ്ഥിരീകരിച്ച് ഹ്യൂമൻ റൈറ്റ്സ്. എത്യോപ്യ ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു സാധാരണ രാജ്യമാണ് എത്യോപ്യ. അത് 2000 വർഷം എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ വിശ്വാസം എത്തിയിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആദിമ നൂറ്റാണ്ടിൽ തന്നെ ആദിമ ക്രൈസ്തവരോടൊപ്പം തന്നെ ഇവരുടെ എത്യോപ്യയിൽ വിശ്വാസം എത്തിയതാണ്. അത്രയും പഴക്കമുള്ള രാജ്യം, വിശ്വാസത്തിൽ അത്രയും പഴക്കമുള്ള 2000 വർഷത്തെ പാരമ്പര്യമുള്ള രാജ്യമാണ് എത്യോപ്യ. ഇന്നലെ വന്ന വാർത്ത എങ്ങനെയാണ്? ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 18-ാം തീയതി ഈ രാജ്യത്ത് ഏതാണ്ട് 300ഓളം ക്രൈസ്തവരെ അവിടെയുള്ള ഇസ്ലാമിക കലാപകാരികൾ തീയിലിട്ട് ചുട്ടുകൊന്നു. നിങ്ങൾ ആ അന്തരീക്ഷം ഒന്ന് ഭാവന കണ്ടു നോക്കിക്കേ. അവരുടെ ദേവാലയങ്ങൾ അഗ്നിക്കരയാക്കുക. പ്രത്യേകിച്ച് 2 ദേവാലയങ്ങൾ അഗ്നിക്കരയാക്കപ്പെട്ടു. 300ഓളം പേര് അഗ്നിയിൽ കിടന്നു. അതിനകത്ത് സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, രോഗികളുണ്ട്. അവിടെ വകതിരിവില്ലല്ലോ. ആ സമയത്ത് അവിടുത്തെ നിലവിളി, ആരവങ്ങൾ, കണ്ണുനീര്, അവിടുത്തെ പരിഭ്രാന്തി എല്ലാം നിങ്ങളൊന്ന് ഭാവന കണ്ടു നോക്കുക. ഒരു സമൂഹത്തിൻ്റെ അതികഠിനമായ വേദനയുടെ നിമിഷങ്ങൾ. ഒരു ഭൂപ്രദേശത്തിൻ്റെ മുറിവാണ്, ഒരു ഭൂപ്രദേശത്തിൻ്റെ കണ്ണുനീരാണത്. ആ വാർത്തയിലൂടെ ഒന്ന് കടന്നു പോകാം നമുക്ക്. ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ ഗോത്രവംശജരായ ഇസ്ലാമിക കലാപകാരികൾ 300 ക്രൈസ്തവരെ ചുട്ടുകൊന്നുവെന്ന് സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ. ഇസ്ലാമിക കലാപം പിടിമുറുക്കിയ ഒറോമിയ സംസ്ഥാനത്ത് ഓഗസ്റ്റ് 18 നടന്ന ക്രിസ്തീയ വംശഹത്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്യോപ്യൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ സ്ഥിരീകരിച്ചതോടെയാണ് ഈ കഴിഞ്ഞ ദിവസം പുറംലോകം ഈ വാർത്ത അറിഞ്ഞത്. ഇതോടൊപ്പം 2 ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കിയെന്നും സർക്കാർ ഇതര സന്നദ്ധ സംഘടനയായ എത്യോപ്യൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ സ്ഥിരീകരിച്ചു. ബൊക്കോ ഹറാം, ഫുലാനി എന്നീ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ പിടിമുറുക്കുന്ന നൈജീരിയ ക്രൈസ്തവ രക്തസാക്ഷിത്വ ഭൂമിയായി മാറുന്നു എന്ന വാർത്തകൾക്ക് പിന്നാലെ മറ്റൊരു ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ ക്രിസ്തീയ വംശഹത്യ അരങ്ങേറിയ നടുക്കത്തിലാണ് വിശ്വാസികൾ. ക്രിസ്തീയ വംശഹത്യയാണ് നടക്കുന്നത്. വംശഹത്യ, ജനോസൈഡ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് തുടച്ചു മാറ്റപ്പെടുകയാണ്. ക്രിസ്തീയ വംശഹത്യ അരങ്ങേറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഞാൻ നിങ്ങളോട് പറയുന്ന സമയത്ത് ഇത് പലതും എനിക്ക് പുതിയ അറിവാണ്. ഞാൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അറിയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ചിന്ത, ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ ലോകത്തിൽ നടന്നിട്ട് എന്തുകൊണ്ട് ഈ വാർത്താ മാധ്യമങ്ങൾ അത് നമ്മിൽ നിന്ന് മറച്ചു വെച്ചു? എന്തുകൊണ്ട് ഇത് ലോകത്തിൽ നിന്ന് മറച്ചു വെക്കുന്നു? ഇതിനു മുമ്പ് പല വാർത്തകളും പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അറിയുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ പ്രതികരണം, ഇതെന്തുകൊണ്ട് മറച്ചു വെച്ചു? ഇതെന്തുകൊണ്ട് എല്ലാവരെയും അറിയിച്ചില്ല? ഇതിനെന്തുകൊണ്ട് തക്ക സമയത്ത് ലോകത്തെ ഉണർത്തിയില്ല? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അതുകൊണ്ട് എനിക്ക് ഈ ദിവസങ്ങളിൽ കിട്ടുന്ന ഇത് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്ന പലതും എനിക്ക് പുതിയ അറിവുകളാണ്. ഇത് ഞാൻ നിങ്ങളോട് പറയണത്, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിൽ അഭിമുഖീകരിക്കുകയും അവർ കടന്നു പോകുകയും ചെയ്യുന്ന നീറുന്ന വേദനയുടെ നൊമ്പരപ്പാടുകൾ ഞാനും നിങ്ങളും അറിയണം. എങ്കിലേ അവരുടെ പ്രതികരണത്തിൻ്റെയും അവരുടെ റെസ്പോൺസിൻ്റെയൊക്കെ ആഴം നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. പക്വതയോടെ, മനുഷ്യവംശത്തിന് മുഴുവനുള്ള സ്നേഹത്തോടെ ഈ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എനിക്കിത് പറയുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് യേശുവിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ആരോടും പ്രത്യേകിച്ച് വെറുപ്പോ വൈരാഗ്യമോ ഞാൻ കരുതുന്നില്ല, കീപ്പ് ചെയ്യുന്നില്ല. വേറെ ഒരു മതസമൂഹത്തോടും വെറുപ്പോ വൈരാഗ്യമോ കീപ്പ് ചെയ്യുന്നില്ല. അത് വളരാനോ പ്രചരിപ്പിക്കാനോ അത് വളർത്താനോ ഒരു കാരണവശാലും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. യേശുക്രിസ്തു വിശ്വസിക്കുന്ന ആരും മറ്റൊരു മതസമൂഹത്തെയോ മറ്റൊരു വിശ്വാസ സമൂഹത്തെയോ വെറുക്കുകയോ പ്രതികാരത്തിലിരിക്കുകയോ ചെയ്യരുത് എന്നത് ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് സംഭവിക്കുന്ന ഓരോ കാര്യവും നമ്മുടെ ശരീരത്തിലെ ഒരു അവയവത്തിൽ സംഭവിക്കുന്നത് എന്നതുപോലെ നമ്മുടെ ഹൃദയത്തിൽ അത് വേദനയാണത്. നമ്മുടെ ഹൃദയത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ അസ്തിത്വത്തിൻ്റെയും നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെയും ഭാഗമാണത്. അല്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അപ്പനോ അമ്മയ്ക്കോ നമ്മുടെ മകനോ മകൾക്കോ നമ്മുടെ ജീവിത പങ്കാളിക്കോ ഒരു കാര്യം സംഭവിച്ചാൽ അത് എൻ്റെ ഈ ശരീരത്തിൻ്റെ, എൻ്റെ ഈ അസ്തിത്വത്തിൻ്റെ, എൻ്റെ താളമിടിപ്പിൻ്റെ ഒരു ഭാഗം തന്നെയല്ലേ അത്? അതുപോലെ തന്നെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ സമുദായത്തിൻ്റെ അംഗങ്ങളുടെ വേദനകളും. ഇത് നമുക്ക് മാത്രമല്ല, ഓരോ സമുദായ അംഗങ്ങളും അതുപോലെ തന്നെ അവരവരുടെ സമുദായത്തെ സ്നേഹിക്കുന്നു, ഉൾക്കൊള്ളുന്നു. അതിൻ്റെ താളമിടിപ്പുകളും അവരുടെ ജീവിതത്തോട് ലയിച്ചു കിടക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ തന്നെ ക്രിസ്തീയ സമുദായത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിശ്വാസികളുടെ സമൂഹത്തെക്കുറിച്ച് ഈശോ തന്നെ പറയണത് എങ്ങനെയാണ്? ഈ വിശ്വാസികളിൽ ആരെങ്കിലും ഒരു വിശ്വാസിയെ നമ്മൾ പീഡിപ്പിക്കുകയോ ഞെരുക്കുകയോ ചെയ്യുമ്പോൾ യേശു പറയുന്നതാണ്, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. നീ പീഡിപ്പിക്കുന്ന യേശുവാണ്. യേശു വിശ്വാസം സ്വീകരിച്ച ആ ഒരു വ്യക്തിയുമായി താതാത്മ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഒരു വിശ്വാസിയും. എനിക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കിന്ന് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ആഫ്രിക്കയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി പീഡിപ്പിക്കപ്പെടുമ്പോൾ ഞാനും കൂടെയാണ് പീഡ സഹിക്കുന്നത് എന്നുള്ളത് ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ്. അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് തന്നെ അംഗീകരിച്ചിരിക്കുന്ന ഒരു ആത്മീയ സത്യമാണത്. കാരണം നമ്മൾ ഉൾക്കൊള്ളുന്ന സമുദായത്തെ ലോകത്തിലെ ഏത് കോണിൽ നടന്നാലും അത് നമ്മുടെയും ശ്വാസോച്ഛ്വാസത്തിൻ്റെ താള ലയങ്ങളുടെ ഹൃദയമിടിപ്പിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ ഒരു വേദന ഉൾക്കൊണ്ട് നമ്മൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു സമുദായത്തോടോ മറ്റൊരു വ്യക്തിയോടോ വൈരാഗ്യമോ വെറുപ്പോ ഇല്ലാതെ പക്വതയോടുകൂടി മനുഷ്യവംശത്തിൻ്റെ പ്രതികൂലങ്ങളെ, മനുഷ്യവംശത്തിൻ്റെ പ്രശ്നത്തെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും കൈകോർത്ത് പ്രവർത്തിച്ചും ലോകത്തിൽ നിന്ന് മനുഷ്യവംശത്തിനെതിരെയുള്ള, മനുഷ്യ അവകാശത്തിനെതിരെയുള്ള, മനുഷ്യൻ്റെ അന്തസ്സിനെതിരെയുള്ള എല്ലാ തിന്മകളെക്കെതിരെയും നിലപാടെടുക്കാൻ നമുക്ക് കഴിയുകയും വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങൾക്ക് പുതിയ അറിവായിരിക്കും. എനിക്കെന്തായാലും പലതും പുതിയ അറിവുകളാണ്. അതുകൊണ്ട് അതായിരിക്കുന്ന അർത്ഥത്തിൽ മനസ്സിലാക്കി മനുഷ്യവംശത്തിന് വേണ്ടിയും പീഡിത സമൂഹങ്ങളുടെ സുസ്ഥിതിക്ക് വേണ്ടിയും ആരോഗ്യപരമായൊരു നിലപാടെടുക്കാൻ ഇതെല്ലാം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൊസാംബിക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഈ അടുത്ത കാലത്ത് അവിടെ നടന്നൊരു കാര്യത്തെക്കുറിച്ച്, മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് ഒരു ന്യൂസ് ഈ ദിവസം കാണുക. ഈ മൊസാംബിക് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 57% ക്രിസ്ത്യാനികളുള്ള ഒരു രാജ്യമാണ്. ആ സമൂഹത്തിൽ ഇവിടെ ഒരുപാട് പ്രത്യേകിച്ച് കുട്ടികൾ തട്ടിക്കൊണ്ടുപോകപ്പെടുന്നു, അവിടെ ഭവനരഹിതരായി മാറുന്നു, അഭയാർത്ഥികളായി പോകുന്നു. അങ്ങനത്തെ ഒരു ന്യൂസ് ഈ അടുത്ത കാലത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. A report just out by the global NGO Save the Children says children as young as 11 are being killed in Mozambique's province of Cabo Delgado. As the conflict there continues to displace thousands, families report horrifying scenes of murder and loved ones disappearing.
അതായത് മൊസാംബിക്കിൽ വലിയ കോൺഫ്ലിക്റ്റ് അരങ്ങേറി. അതായത് ചില സംസ്ഥാനങ്ങളിൽ ചില പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് അവികസിതമായ ഉൾപ്രദേശങ്ങളിൽ എന്നിട്ട് വളരെ കിരാതമായ വിധം കുട്ടികൾ കൊല ചെയ്യപ്പെട്ടു, കുടുംബങ്ങൾ തകർക്കപ്പെട്ടു, അഗ്നിക്കിരയാക്കപ്പെട്ടു, ഭവനങ്ങൾ, ജനങ്ങളെല്ലാം ഭവനരഹിതരായി നാനാദേശങ്ങളിലേക്ക് അഭയാർത്ഥികളായി ഓടേണ്ടി വന്നു. അങ്ങനെ ആ വാർത്ത അവർ ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷമാണ് പുറം ലോകത്തെ അറിയിക്കുന്നത്. It's been very difficult to get any information out of the area due to the government's restrictive information policy. But after months of waiting, our correspondent Adrian Krish was accredited and has now sent us some rare insights into the brutal situation. അവിടുത്തെ ബ്രൂട്ടൽ സിറ്റുവേഷനെ കുറിച്ച് ഇവർക്ക് അറിവ് കിട്ടി. ഈ ന്യൂസ് ഏജൻസിക്ക് അറിവ് കിട്ടിയത് ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യവിതരണ വിഭാഗവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയ ചില ആളുകൾ പുറലോകത്ത് വന്ന് അറിയിച്ചപ്പോഴാണ് ഈ ന്യൂസ് ഏജൻസിക്ക് ഇങ്ങനെയുള്ള അറിവ്, ഈ കാര്യത്തെക്കുറിച്ച് അറിവ് കിട്ടുന്നത്. അതാണ് അവരിപ്പോൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. We are traveling to Kirimba Island, where the United Nations World Food Programme is planning a food distribution program. The engines are too heavy, yeah. But our boat's journey ends at the halfway point. The tide is going out, so we have to continue on foot. The area is dangerous. On the close-by mainland, there are still regular attacks by Islamist insurgents. We've been trekking about half an hour now. Unfortunately, we don't know really how far it is. അവർ കടലിലൂടെയും നദിയിലൂടെയും കരയിലൂടെയൊക്കെ നടന്നും നീന്തിയും ഒരു വിധത്തിലാണ് അവികസിതമായ ഈ പ്രദേശത്ത് അഭയാർത്ഥി ക്യാമ്പിൽ അവർ എത്തിച്ചേരുന്നത്. Then we meet the first locals. And finally, we reached the remote island, which was attacked by terrorists last year. They looted the village and murdered 2 people. When we reached the food distribution venue, the local head of administration tells us the terrorists also kidnapped 30 children. ഇസ്ലാമിക കലാപകാരികൾ ആ പ്രദേശത്തെ ആക്രമിച്ചു. 10-30 കുട്ടികൾ അവർ തട്ടിക്കൊണ്ടുപോയി. ഭവനരഹിതരായവരെല്ലാവരും കൂടെ അഭയാർത്ഥി ക്യാമ്പ് പോലെ സ്വന്തം ജനിച്ചു വളർന്ന നാട്ടിൽ അഭയാർത്ഥികളെ പോലെ കഴിയാൻ വിധിക്കപ്പെട്ട ഒരുപാട് വിശപ്പും ദാഹവും സഹിച്ച് അലയുന്ന ജീവിതങ്ങൾ. Bish Oliveira's 16-year-old daughter Mwanarabo is one of the missing children. She disappeared without a trace. These people are just evil. They come from far away, take away our children, and don't even tell us why or what they want. I am sad, I'm angry. I just don't understand. Isa Hamisi was there when Mwanarabo was kidnapped. He almost ended up in the same situation himself. ഈ ബാലനെ അവർ തട്ടിക്കൊണ്ടുപോയതാണ്. തട്ടിക്കൊണ്ടുപോയ ആ ഗ്രൂപ്പിൽപ്പെട്ടവരിൽ നിന്ന് കുറച്ച് ആൺകുട്ടികൾ കുറച്ച് പെൺകുട്ടികൾ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ടവരിൽ ഒരു കുട്ടിയാണ് ഇപ്പോൾ ഇവരോട് സംസാരിക്കുന്നത്. ആ കുട്ടി പറയുകയാണ്, അവർ തട്ടിക്കൊണ്ടുപോയപ്പോൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവരെ തോക്ക് കൊടുത്ത് വെടിവെക്കാൻ മിലിറ്റൻസ് ആകാൻ ഇവരെ പഠിപ്പിക്കും, എന്നിട്ട് തിരിച്ച് തോക്കും കൊടുത്ത് ഇവരെ ക്രിസ്ത്യാനികളെ വീണ്ടും ആക്രമിക്കാൻ വേണ്ടി ഇവിടെ തിരിച്ചു വിടും. പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞത് പെൺകുട്ടികൾ അവരുടെ ഭാര്യമാരായിട്ട് അവർ കൊണ്ടുപോകും. ഇങ്ങനെ ആൺകുട്ടികളെ മിലിറ്റൻസ് ആക്കിയും പെൺകുട്ടികൾ അവരുടെ സെക്സ് ലൈവ്സ് ആക്കിയിട്ട് മാറ്റുന്ന ആ ഒരു കിരാത പ്രവർത്തനത്തെക്കുറിച്ച് ആ ഗ്രൂപ്പിൽ അവർ ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. They said, we are taking you with us to our camp. We will train you and teach you to shoot and make you a soldier. But 5 boys, 2 girls and myself managed to escape on the way there. After they said they wanted to make the boys into soldiers, what did they say to the girls? They said, we will make them our wives. So far there has been no international outcry because the news still hasn't got out of the island without electricity or a telephone network almost 1 year on. Many residents live in fear of another attack. Not a single soldier has been stationed here to protect them up to now. അവരുടെ വലിയ സങ്കടമാണ്. 1 വർഷമായിട്ട് ഈ വാർത്ത പുറംലോകം അറിഞ്ഞിട്ടില്ല. 1 വർഷമായിട്ട് ഗവൺമെൻറ്റോ പട്ടാളമോ ഏജൻസികളൊന്നും ഇവരുടെ സഹായത്തിന് എത്തുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ എത്രയോ 10,000 ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അഭയാർത്ഥികളായും ജീവഭയത്തോടെയും വലിയ സങ്കടത്തിൽ കടലിലായി ജീവിക്കുന്നു. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി മാത്രം. മൊസാംബിക്കിൽ ഈ ഭീകരന്മാരുടെ ഈ തീവ്രവാദികളുടെ സംഹാരതാണ്ഡവം നടന്ന മറ്റൊരു പട്ടണത്തെക്കുറിച്ചുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. We don't know actually who is behind of this.
Their life is not good. All the bodies that they find, there was tight. They're all very hungry. They've survived on root vegetables and rainwater up until now. വിശന്ന് പൊരിയുന്ന ജീവിതങ്ങൾ, കിട്ടുന്നത് കഴിച്ച് ജീവിക്കുക. അവർക്ക് വല്ലപ്പോഴും ഐക്യരാഷ്ട്രസഭയുടെ എന്തെങ്കിലും ഫുഡ് വിതരണ ഏജൻസികൾ കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ മരുഭൂമി സദൃശമായ അവിടെ പായ കെട്ടി കിടക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. The soldiers are wary of those trying to re-enter the town in case the extremists are hiding amongst them, posing as villagers only to mount another attack. And they're lined up to be questioned and inspected before any of them are allowed through. The dead are still laying in the open in the street. They haven't been able to retrieve them up until now. ഡെഡ് ബോഡികൾ അങ്ങനെ ചെതറി There are കിടക്കുകയാണ്. modest attempts to give some respect to those who died in this terrifying and violent assault. But in the smaller Funchal, ഭയചകിതരായ ജനങ്ങൾ എയർപോർട്ടിൽ ചെന്ന് അഭയം തേടിയിരിക്കുകയാണ്. refuge there told us how they fled for their lives. I went to pick up my family, my wife and the kids, all of them. Then we went to the bush because the people that was following us in the back. So after that, when we jumped one river, we found the people with the gun. They were shooting one people to another, and just another people also just chopping at the people. So we tried to run away. They're killing people. How? They shoot people, even they're following us, shooting us. Then we run away. The governor went to try to reassure the thousands of people who... നിങ്ങൾ ഈ ചിത്രം ഒന്ന് കണ്ടു നോക്കിയേ. വിശന്ന് പൊരിയുന്ന അസംഖ്യം വയറുകൾ, വേദനക്കടലായ സങ്കടക്കടലായ മനുഷ്യ സമൂഹം. അവർ വിശന്ന് പൊരി, അവർ പറഞ്ഞു ഞങ്ങൾക്ക് വിശക്കുന്നു, ഞങ്ങൾക്ക് ഭക്ഷണം തരിക. അവരെല്ലാം നഷ്ടപ്പെട്ടു. വീട് നഷ്ടപ്പെട്ടു, കൃഷി നഷ്ടപ്പെട്ടു, സമ്പാദ്യം നഷ്ടപ്പെട്ടു, ബിസിനസ് നഷ്ടപ്പെട്ടു, അവരുടെ കുടുംബം എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾ ഇങ്ങനെ മരുഭൂമി സദൃശമായ സ്ഥലത്ത് തമ്പടിച്ച് കിടക്കുകയാണ്. Insurgents and have now taken sanctuary in the Katunda resettlement village on the edge of the LNG site. This village was built for those displaced by the huge gas project, but the numbers have now swelled to bursting. വിശന്ന് പൊരിയുന്ന ജനങ്ങൾ അവരുടെ വേദന വിളിച്ചറിയിക്കുകയാണ്. പുറംലോകത്ത് അറിയണം, ജനങ്ങൾ ഇത് കാണണം. Halted because of the militant attacks, these people have had very little to eat or drink in nearly a fortnight. They're all saying how hungry they are and begging us for food and for the authorities to stop this conflict. Look at them, they're all calling, they're all saying, food, we want food. No, Al-Habla is hungry. ഈ വേദനിക്കുന്ന മുഖങ്ങൾ എങ്ങനെ നമുക്ക് മറക്കാൻ പറ്റും സഹോദരങ്ങളെ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഇങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ ഓരോ അവസ്ഥകളിൽ നമ്മുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് കടന്നു പോകുമ്പം കോടിക്കണക്കിന് ജനങ്ങളാണ് ലോകത്തിൽ ഇതുപോലെ വേദനിക്കുന്ന മുഖവുമായി വേദനയുടെ നടുവിൽ സങ്കടക്കടലായി കടന്നു പോകുന്നത്. Their life is not good. Desperate. And more worryingly for Mozambique is how it protects these people, controls this militant insurgency and stops it from spreading. മൊസാംബിക്കിലെ സങ്കടകരമായൊരു കാഴ്ചയാണ്. ഇതുപോലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ അനേകായിരങ്ങൾ ഇന്ന് തപ്പിത്തടഞ്ഞ് കഴിയുകയാണ്. 57% ക്രിസ്ത്യൻസ് ഉള്ള ഒരു രാജ്യത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. എന്താ അതിൻ്റെ കാരണം? കൈ കോർക്കേണ്ട സമയത്ത് കൈ കോർക്കുന്നില്ല, ഒരുമിക്കേണ്ട സമയത്ത് ഒരുമിക്കുന്നില്ല, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുന്നില്ല. മോശയോടൊപ്പം ജോഷുവായി നമുക്ക് ആവശ്യമാണ്. ദൈവം മോശയെ കൊടുത്തു, ദൈവത്തിൻ്റെ ജനത്തിൻ്റെ നേതൃത്വത്തിന് മോശയെ കൊടുത്തു. മോശയോടൊപ്പം ജോഷുവ സമുദായത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മുന്നേറി. ജോഷുവ എവിടെ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ ഉദ്ധരിച്ചൊരു ന്യൂസ് ചാനൽ പറയുകയാണ്, ആദിമകാലത്ത് ക്രിസ്തീയ സമുദായം അഭിമുഖീകരിച്ചതിനേക്കാൾ കഠിനമായ മതപീഡനമാണ് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഉദ്ധരിച്ചൊരു ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. In recent years, Christian persecution has been sharply on the rise, and its terrible impacts have only begun to be felt. In fact, according to Pope Francis, conditions for Christians are worse now than they were in the days of the early church. മാർപ്പാപ്പ പറയുകയാണ്, ആദ്യകാലത്ത് ആ കിരാതന്മാരായ റോമൻ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് നീറോ,
അവറേൽ മുതൽ വലിയ വലിയ കിരാതന്മാരായ ചക്രവർത്തിമാർ കഠിനമായി നിഷ്ഠൂരമായി ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു. അന്നുണ്ടായതിനേക്കാൾ വളരെ വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര കൂടുതൽ ഗ്രാവിറ്റിയിലാണ് ഇന്ന് മതപീഡനം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയിക്കുകയുണ്ടായി. In fact, according to Pope Francis, conditions for Christians are worse now than they were in the days of the early church. Father Paweł Rytel-Adrianik, director of the Office for Foreign Communication of the Polish Bishops' Conference, is here with me to talk about the issue. ഫാദർ അന്ത്രിയാനിക് എന്ന് പറഞ്ഞാൽ പോളിഷ് ബിഷപ്സ് കോൺഫറൻസിൻ്റെ മീഡിയ കമ്മീഷൻ്റെ സെക്രട്ടറിയാണ്, ഹെഡാണ് പവൽ അന്ത്രിയാനിക് അച്ഛൻ. ഈ പവൽ അന്ത്രിയാനിക് അദ്ദേഹം ഫോറിൻ കമ്മീഷൻ്റെ ചെയർമാനായ ഈ അച്ഛൻ പറയുകയാണ്, ഇന്ന് 1-2 രാജ്യങ്ങളിലല്ല അസംഖ്യം രാജ്യങ്ങളിൽ ഈ മതപീഡനം കൊടുമ്പിരി കൊള്ളുന്നുകൊണ്ടിരിക്കുകയാണ്, വർദ്ധിച്ച് വരികയാണെന്ന് പറയുന്നു. Hello, Father. How are you? Hello, very well. Thank you very much. Thank you for coming. Now, Father, in which part of the world and which countries are Christians most severely persecuted? Actually, according to the Open Doors World Watch list from 2018, which is the recent list that they have, they said that the Christians are persecuted in 73 countries, and there are 245 million Christians who are persecuted. അതായത് 73 രാജ്യങ്ങളിലായി 245 മില്യൺ ജനങ്ങളാണ് പീഡ സഹിക്കുന്നത്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. അപ്പം 245 മില്യൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 24 കോടി ജനങ്ങൾ, 24 ഏതാണ്ട് 25 കോടിയോളം ജനങ്ങൾ. അത്രയും കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ന് വേദനയുടെ നടുവിലാണ്. കോടിക്കണക്കിന് വിശ്വാസികൾ ഇതുപോലെ മരണത്തിൻ്റെ മുഖത്താണ്. കെനിയയിൽ നിന്നൊരു റിപ്പോർട്ട് വന്നത് നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. കെനിയ എന്ന് പറഞ്ഞാൽ 85% ക്രിസ്ത്യൻസ് ഉള്ളൊരു രാജ്യമാണ് കെനിയ. അവിടെ വളരെ മൈനോറിറ്റി 10%, 18% മറ്റേ മുസ്ലിംസ് ഉള്ളൂ. അവിടെയും തീവ്രവാദികൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. കെനിയ, അവിടെ ഒരു കോളേജ് ക്യാമ്പസ് കയറി കെനിയയിൽ അവർ നീ മുസ്ലിമാണോ നീ ക്രിസ്ത്യാനിയാണോ ചോദിച്ചു. വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ജാതിയിൽ നോക്കിയിട്ട് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ വെടിവെച്ച് കൊല്ലുക. ആ റിപ്പോർട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. Gunmen in combat gear storming a college campus in Kenya into dorms, reportedly taking aim at Christians. It began before sunrise. The terrifying thud of a grenade at the university gates, then gunfire. Terrorists strapped with explosives going from dormitory to dormitory. The gunmen were methodical, reportedly demanding to know who was Muslim and who was Christian. ഓരോ വാതിലും മുട്ടി അവരാളെ പുറത്തിറക്കും. എന്നിട്ട് ചോദിക്കുക, നീ ആരൊക്കെയാണ് മുസ്ലിംസ്, ആരൊക്കെയാണ് ക്രിസ്ത്യൻസ്. എന്നിട്ട് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വെടിവെച്ച്. അതിനെക്കുറിച്ച് അവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ തന്നെ അവരുടെ അനുഭവം പങ്കുവെക്കുന്നുണ്ട്. I don't know how much time elapsed before he was able to stand there and start asking people one by one what their religion was. Are you a Christian? He would ask them. And if you're a Christian, stand up. And they would stand up, and he said, good, because you're a Christian, you're going to see God in just about 1 second. And then he shot and killed them. ചോദിക്കുകയാണ്, നീ ക്രിസ്ത്യാനിയാണോ നീ മുസ്ലിമാണോ ചോദിച്ചാൽ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വെടിവെച്ച് കൊല്ലുക അങ്ങോട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 147 കോളേജ് സ്റ്റുഡൻസിനെയാണ് അന്ന് ആ കോമ്പൗണ്ടിൽ അവർ വെടിവെച്ച് കൊന്നത്. 73 രാജ്യങ്ങളിൽ ഇതുപോലെ കൊടിയ മതപീഡനം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ 24 കോടിയിലധികം ജനങ്ങൾ ഞാൻ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൊടിയ തരത്തിലുള്ള ഈ മതപീഡനത്തിൽ കടന്നു പോവുകയാണ്. നൈജീരിയ മറ്റൊരു പ്രദേശമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഉപദ്രവങ്ങളാണ് അവിടെയുള്ള വിശ്വാസികൾ സഹിക്കുന്നത്. നമുക്ക് ഒരാളുടെ ഒരു അനുഭവം, ഒരാളുടെ ഷെയറിങ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. You probably never heard about this genocide, but it is happening right now as you are watching this video. Let's talk about Nigeria. 17 Christians are killed every day in the first half of 2021 due to threats or attacks. And not only that, Nigeria is among the top 10 most dangerous countries for Christians. It leads the world in the number of kidnapped Christians. Just a few months ago, armed terrorists raided the Bethel Baptist High School and kidnapped 140 pupils, including young girls. This is the reality for Christians in Nigeria, as well as other groups like the Igbos. Nigerian pastor Balonel Ibrahim. ഈ ഒരു ലീഡറിനെ അവർ പള്ളിയിൽ വെച്ച്, അവർ ആൾക്കാരെ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ പള്ളിയിൽ വെച്ച് തന്നെ അവർ വെടിവെച്ച് കൊന്നു എന്നാണ് പറഞ്ഞത്. ഇതുപോലെ 100 കണക്കിന് ആളുകളെ
അവർ പള്ളി വെച്ചും ഒക്കെ വെടിവെച്ച് കൊല്ലുകയാണ്. Was shot dead on the altar of the church located inside the Maiden village. It happened during a child dedication service at the church. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ചിന്തിക്കുന്നതിലും വളരെ വളരെ ഭയാനകമാണ് നൈജീരിയയിലെ സ്ഥിതി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രവാചക ശബ്ദത്തിൽ അടുത്ത നാൾ ഒരു റിപ്പോർട്ട് വന്നു, 37 ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെട്ടു. നമ്മൾ ജീവിക്കുന്ന 2021 ഈ ഓഗസ്റ്റ് മാസത്തിൽ സംഭവിച്ച കാര്യമാണ്. 27-ാം തീയതി റിപ്പോർട്ട് വന്നത് നൈജീരിയയിൽ 37 ക്രൈസ്തവരെ ഇസ്ലാമിക ഭീകരവാദി കൊലപ്പെടുത്തിയ വാർത്തയാണ് നമ്മളത് കാണുന്നത്. ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിലെ പ്ലേറ്റോ സംസ്ഥാനത്ത് 37 ക്രൈസ്തവരെ ഇസ്ലാമിക ഭീകരർ കൊലപ്പെടുത്തി. എൽവാൻ സംഘം എന്ന പ്രവിശ്യയിൽ ചൊവ്വാഴ്ച രാത്രിയായിരുന്നു പ്രദേശവാസികളെ ക്രൈസ്തവരെ ഫുലാനി ഭീകരർ കൂട്ടക്കൊല ചെയ്തതെന്ന് ക്രൈസ്തവ പീഡനങ്ങൾ നിരീക്ഷിക്കുന്ന സന്നദ്ധ സംഘടന ഇൻ്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ റിപ്പോർട്ട് ചെയ്യുന്നു. വീട് വീടാതിന് കയറി ഇറങ്ങിയ ഭീകരർ ക്രൈസ്തവരെ കൊന്നൊടുക്കുകയായിരുന്നു. പ്രദേശത്തേക്കുള്ള പാലം നശിപ്പിച്ചതിനാൽ ആദ്യഘട്ടത്തിൽ സുരക്ഷാ സേനയ്ക്ക് എത്താൻ കഴിഞ്ഞില്ലെന്ന് സൈനിക വക്താവ് റോയിറ്റേഴ്സിനോട് പറഞ്ഞു. റോയിറ്റേഴ്സ് എന്ന് പറഞ്ഞ വാർത്താ ഏജൻസി റോയിറ്റേഴ്സിനോട് പറഞ്ഞു. ലോകത്ത് ഏറ്റവും അധികം ക്രൈസ്തവർ കൊല്ലപ്പെടുന്ന രാജ്യമാണ് നൈജീരിയ. ഇസ്ലാമിക് സ്റ്റേറ്റ്സ് തീവ്രവാദികൾ, ബൊക്കോ ഹറാം, ഫുലാനി ഹെഡ്സ്മാൻ തുടങ്ങിയ തീവ്രവാദി സംഘങ്ങളാണ് രാജ്യത്തെ ക്രൈസ്തവരെ കൊന്നൊടുക്കുന്നത്. ഈ കഴിഞ്ഞ മെയ് 1 മുതൽ എന്ന് പറഞ്ഞാൽ 2021 മെയ് 1 മുതൽ ജൂലൈ 18 വരെയുള്ള 80 ദിവസങ്ങൾക്കുള്ളിൽ 1992 ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടതായി അടുത്ത നാളിൽ ദ ഇൻ്റർനാഷണൽ സിവിൽ ലിബർട്ടീസ് ആൻഡ് റൂൾ ഓഫ് ലോ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്ന് പറഞ്ഞാൽ 80 ദിവസങ്ങൾക്കുള്ളിൽ മെയ് 1 തൊട്ട് ജൂലൈ 18 വരെ ഏതാണ്ട് 2.5 മാസം, ആ 80 ദിവസങ്ങൾക്കുള്ളിൽ ഏതാണ്ട് 2000-നടുത്ത് ക്രിസ്ത്യാനികളാണ് കൊല്ലപ്പെട്ടത് നൈജീരിയയിൽ മാത്രം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കി, പെർ ഡേ എത്രയാ? 17 അതിൽ കൂടുതൽ, 20-30, അത് 2000-ഓളം ക്രിസ്ത്യാനികളാണ് 2.5 മാസം കൊണ്ട് കൊല്ലപ്പെട്ടത്. 780 ക്രിസ്ത്യാനികൾ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കൂടെ തട്ടിക്കൊണ്ട് പോകലിന് ഇരയായെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ നരഹത്യക്കെതിരെ ലോകരാജ്യങ്ങൾ ഉണരണമെന്ന് നിരവധി തവണ നൈജീരിയൻ മെത്രാന്മാർ ആവശ്യപ്പെട്ടെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഇത് ചർച്ചയാകുന്നില്ല. സത്യത്തിൽ മനുഷ്യൻ്റെ മനസാക്ഷി മരവിച്ചു പോയൊരു സ്ഥിതിയാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അഫ്ഗാനിൽ നിന്ന് ഒരു മനുഷ്യൻ വേദനയോടെ പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഈ ദിവസങ്ങൾ കണ്ടൊരു റിപ്പോർട്ട്, ഒരു അപ്പീലാണ്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവൻ അപകടത്തിലാണ്, എനിക്ക് യേശുക്രിസ്തുവിന് ഇഷ്ടമാണ്, ഞാൻ യേശുക്രിസ്തു എൻ്റെ ഹൃദയം കൊണ്ട് രക്ഷിതാവിനെ സ്വീകരിച്ചു. എന്നോട് വേറെ ആരും പറഞ്ഞിട്ടില്ല, എനിക്ക് നേരിട്ട് യേശുവിന് അനുഭവം ഉണ്ടായി, ഞാൻ യേശുവിനെ സ്വീകരിച്ചു. ഇവിടെ മതപീഡനം താലിബാനൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ ജീവൻ പോയാലും ഞാൻ യേശുവിനെ ഉപേക്ഷിക്കില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാനിരിക്കുമ്പോൾ ഇനി വരാൻ പോണത് എൻ്റെ ഭാര്യനെ താലിബാൻകാർ വന്ന് പിടിച്ച് ആർക്കെങ്കിലും കൊടുക്കും, എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോയി മിലിറ്റൻസ് ആക്കി അവർ തോക്കും കൊടുത്ത് അവർ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി വിടും. ഇതാണ് എൻ്റെ സ്ഥിതി. ഈ സ്വരം കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു അപ്പീൽ അദ്ദേഹം ലോകത്ത് കൊടുക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. Hello, my name is Habib and this is my wife Amida and I have 2 little children. As you see, I am living here and this place is in the middle of nowhere because a while ago I had a vision about Jesus Christ. He said to me, He is the one I supposed to be following. And ever since I gave my heart to Jesus Christ and I had to tell my family about it and they became violent. My family told me they're gonna tell Taliban about us. Now if Taliban comes and catch us, they're gonna kill me right in the spot and they're gonna take my children, make him a radical Muslim and give my wife to somebody else. Your family, you guys are my brothers and sisters. If you guys don't do anything, who would do it? Your voice will change. Please do something. ഇദ്ദേഹം പറയുകയാണ്, ഞാൻ ഹെൽപ്ലെസ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അഫ്ഗാനിസ്ഥാനെ സഹായിക്കാൻ പറ്റില്ല, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആളുകളെ നിങ്ങളെ സഹായിക്കണം. വേദനയിലും പീഡനത്തിലിരിക്കുന്ന പീഡിത ജീവിതങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊരു കൺസേൺ ഉണ്ടാകണമെന്ന് അദ്ദേഹം അപ്പീൽ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ അഫ്ഗാൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ക്രിസ്ത്യാനാണെന്ന് കണ്ട തൊലി ഞാൻ ഓർക്കട്ടെ, ഈ അടുത്ത കാലത്ത് വേറെ റിപ്പോർട്ട് വന്നത്, ഒരു വിശ്വാസിയാണ് ഒറ്റ കാരണത്തെ പ്രതി കുടുംബാംഗങ്ങളുടെ ബന്ധുക്കളുടെ മുമ്പിൽ തൊലി ഉരിഞ്ഞ് മരണത്തിന് വിട്ടുകൊടുത്തൊരു അഫ്ഗാൻകാരൻ്റെ ഒരു അനുഭവം. അതിനെക്കുറിച്ച് സൺഡേ ഷാലോമിൽ റിപ്പോർട്ട് വന്നിരുന്നു. താലിബാൻ ഭീകരർ ഒരു അഫ്ഗാൻ ക്രൈസ്തവ വിശ്വാസിയെ ജീവനോടെ തൊലി ഉരിഞ്ഞ് തൂണിൽ തൂക്കിയിട്ടതായി മുൻ അമേരിക്കൻ പ്രതിനിധി സഭാംഗം മാർക്ക് വാക്കർ. കടുത്ത ഭീഷണി നിലനിൽക്കുമ്പോഴും അവിടുത്തെ ക്രൈസ്തവ പുരോഹിതർ ജനങ്ങളുടെ അരികിലെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ക്രൈസ്തവർ ആശങ്കയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ജീവനോടെ തൊലി ഉരിഞ്ഞ സംഭവം
നടന്നതെന്ന് വാക്കർ വിശദീകരിച്ചു. അമേരിക്കൻ റേഡിയോ അവതാരകൻ ടോഡ് സ്റ്റാർണസിന് നൽകിയ അഭിമുഖത്തിലാണ് വാക്കർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ക്രൈസ്തവ വിശ്വാസം കൈവിടണമെന്ന നിർബന്ധത്തിന് വഴങ്ങാതിരുന്ന കുടുംബത്തിലെ അംഗങ്ങളുടെ മുൻപിലിട്ടാണ് അവരുടെ ബന്ധുവിനെ താലിബാൻ ജീവനോടെ തൊലിയുരിഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ ശ്രദ്ധിച്ച് ആ വിശ്വാസത്തിൻ്റെ ചങ്കുറപ്പ് നിങ്ങൾ കണ്ടോ? അതായത് ബന്ധുക്കളെല്ലാം മുമ്പിലിട്ട് തൊലി ഉരിഞ്ഞ് തൂണെ കെട്ടിയിട്ടപ്പോഴും അദ്ദേഹം വിശ്വാസം ഉപേക്ഷിക്കാൻ കൂട്ടാക്കിയില്ല. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട മനുഷ്യൻ കണ്ടോ? അദ്ദേഹം പറഞ്ഞ് ചുറ്റുവട്ടം താലിബാനെല്ലാം കൊടുമ്പിരി കൊള്ളുമ്പോൾ അദ്ദേഹം യേശുവിൽ വിശ്വാസം സ്വീകരിച്ച് അദ്ദേഹം പറയുകയാണ്, എൻ്റെ എല്ലാ സർവ്വതും നഷ്ടപ്പെട്ടാലും ശരി, എൻ്റെ ജീവൻ്റെ ജീവനായ യേശുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ജീവന് തുല്യം വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന, ജീവൻ കളഞ്ഞും വിശ്വാസത്തെ സ്നേഹിക്കുന്ന സഹോദരി സഹോദരനുള്ളൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ബൈബിൾ കൈവശം വെച്ചതിൻ്റെ പേരിൽ ഒരു അഫ്ഗാൻ പൗരനെ വെടിവെച്ച് കൊന്നൊരു വാർത്ത. ബൈബിൾ കൈവശം വെച്ച അഫ്ഗാൻ പൗരനെ താലിബാൻ ഭീകരർ വധിച്ചതായും തീവ്രവാദികൾ ക്രൈസ്തവ ഭവനങ്ങൾ കയറി ഇറങ്ങുന്നതായും UK കേന്ദ്രമായുള്ള എക്സ്പ്രസ് അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ക്രൈസ്തവർ നേരിടുന്ന ദാരുണാവസ്ഥ റിലീസ് ഇന്റർനാഷണൽ എന്ന ക്രൈസ്തവ സന്നദ്ധ സംഘടനയുടെ ബ്രിട്ടനിലെ വക്താവ് ആൻഡ്രൂ ബോയ്ഡ് GB ന്യൂസ് മാധ്യമത്തോട് വിശദീകരിച്ചു. താലിബാൻ ഭരണം കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് മുമ്പ് തന്നെ ക്രൈസ്തവർ രഹസ്യമായിട്ടായിരുന്നു ജീവിച്ചിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രൈസ്തവ പീഡനം അവർ ആരംഭിച്ചിരിക്കുന്നു. ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുക എന്നത് അഫ്ഗാനിസ്ഥാനിൽ ജയിൽ ശിക്ഷയോ വധശിക്ഷയോ ലഭിക്കാൻ സാധ്യതയുള്ള കുറ്റമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മിഡിൽ ഈസ്റ്റ് മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും തന്നെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ക്രിസ്ത്യാനികൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നു. കാനഡയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും UK-യിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും എല്ലാ രാജ്യങ്ങളും തന്നെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വ്യാപകമായി ആക്രമിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് വിശ്വാസികളുടെ സമൂഹം. അഫ്ഗാനിസ്ഥാനിലും മിഡിൽ ഈസ്റ്റിലൊക്കെ ഈ വിധത്തിലാണെങ്കിൽ കാനഡയിലും യൂറോപ്പിലൊക്കെ മറ്റൊരു വിധത്തിലാണ് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നത്. Churches burned in Canada, street preachers arrested for spreading hate speech in England, and people attacked for holding worship services at a park in Portland, Oregon. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും സാമൂഹികമായും പീഡിപ്പിക്കപ്പെടുന്ന ഒരു പീഡിത സമൂഹമായി ഇന്ന് വിശ്വാസികൾ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, കാനഡയിൽ 2-3 പള്ളികൾ കത്തിക്കുന്ന രംഗങ്ങൾ. In the early hours of the morning, members of the Penticton Indian Band spotted flames as a Catholic church burned to the ground. About how these churches ended up in rubble. ഇതിൻ്റെ എല്ലാം പിന്നിൽ പല വിധത്തിലുള്ള തീവ്രവാദ സംഘങ്ങൾ കൈകോർത്തിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ട സഹോദരൻ, ലോകവ്യാപകമായൊരു പ്രതിഭാസമാണ് ക്രിസ്തീയ വംശഹത്യയ്ക്ക് വേണ്ടിയുള്ള തീവ്രവാദ സംഘങ്ങളുടെ കൈകോർക്കൽ. മറ്റൊരു പള്ളി ഇതുപോലെ അഗ്നിക്കിരയാക്കിയ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. No matter if this is just a building, it's something that means to everybody in this village. Family could feel the heat on their skin as fire destroyed an Anglican church across the street from their home. The fire on Gitwangak First Nation, the latest arson and vandalism being. The tower is on fire now. Back in Gitwangak, Daniels fears lives could be lost if this continues. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദേവാലയം അഗ്നിക്കരയാക്കിയും അവരുടെ മനോവീര്യം കെടുത്താൻ വേണ്ടി അവർ നോക്കുകയാണ്. ഞങ്ങൾക്ക് ഇത് കാനഡ മാത്രമല്ല, ഫ്രാൻസിൽ ഒരു വൈദികൻ്റെ കഴുത്ത് മുറിച്ചും അതുപോലെ തന്നെ അധ്യാപകൻ്റെ കഴുത്ത് മുറിച്ചുള്ള സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ട്. അവിടെ നോട്ടർഡാം കത്തീഡ്രൽ തീ വെച്ച് ആ നോട്ടർഡാം കത്തീഡ്രലിൻ്റെ കത്തിയെരിയുന്ന രംഗങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരുപക്ഷെ മാഞ്ഞുപോയി കാണില്ലായിരിക്കും. Flames brought down the spire and much of the roof at Notre Dame Cathedral yesterday. And think about this, it's the start of Holy Week. This morning the fire is out and prayers and offers of help are coming in from all around the world. As vicious flames engulfed the 850-year-old masterpiece of Gothic architecture, France's president said a part of us is burning, which just 13 minutes later collapsed by the fire, which tore through the soaring structure, fueled by the wood of 1,300 oak trees that made up part of an interior network of wooden beams. Dropping heavy water from the air was not an option. It had caused the entire structure to collapse. 2/3 of the roof was ravaged. But medieval stonemasons may have saved Notre Dame by doing such a good job on the buttresses that survived the fire. During the fire, onlookers crowded. ഇതുപോലെ എത്രയെത്ര വിധത്തിൽ എത്രയെത്ര രാജ്യങ്ങളിൽ
ഈ വിശ്വാസി സമൂഹം ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. ചൈന, ശ്രീലങ്ക, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, ഒട്ടനവധി രാജ്യങ്ങളിൽ നടക്കുന്നു. കേരളക്കരയിലും അതിൻ്റെ ചലനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ നാട്ടിൽ ഒരു പീഡിത സമൂഹമായി ക്രിസ്തു വിശ്വാസികളുടെ സമുദായം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാനൊരു സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്നു വിചാരിക്കരുത്. ഇത് ലോകവ്യാപകമായ ഒരു പ്രതിഭാസത്തിൻ്റെ ഒരു പതിപ്പ് കേരളത്തിലും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. കേരളത്തിൽ ക്രിസ്തീയ സമുദായം അഭിമുഖീകരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, വ്യാപകമായ വിധം കേരളത്തിൽ ഈ സമുദായം ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ്. 2, സിനിമകളിലൂടെയും സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളിലൂടെയും ക്രൈസ്തവ വിശ്വാസത്തെയും വിശുദ്ധ പ്രതീകങ്ങളെയും ആക്ഷേപിക്കുന്നു. കേരളത്തിലൊരു പുതിയ വ്യവസായമാണ്. എന്താ ഇപ്പോഴത്തെ വ്യവസായം? അതായത് ഇപ്പം എന്താ, ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ അധിക്ഷേപിക്കുക, ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കുക, ചാനലിൽ കയറിയിരുന്ന് ക്രിസ്തീയ സമുദായത്തിനെതിരെ ദൂഷണങ്ങൾ പറഞ്ഞു പരത്തുക, ക്രിസ്തീയ സമുദായത്തിൽ നിന്ന് മുറിവേൽക്കുകയോ പുറത്തു പോവുകയോ ചെയ്തവരെ വിളിച്ചിരുത്തി നന്നായിട്ട് അവരെ കൊണ്ട് അവരെ വായിലുള്ള മുഴുവനും ഈ സമുദായത്തിനെതിരെ ഇങ്ങനെ എന്താ പറയുന്നത്, അഗ്നിപർവ്വതത്തിൽ നിന്ന് ലാഭ ഒഴുകണത് പോലെ ഈ സമുദായത്തിനെതിരെ ദൂഷണം പറയിപ്പിക്കുക. ഇതൊരു വലിയ വ്യവസായം മാറിയിരിക്കുകയാണ് കേരളത്തിൽ. സിനിമകളിലൂടെയും സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിലൂടെയും ക്രൈസ്തവ വിശ്വാസത്തെയും വിശുദ്ധ പ്രതീകങ്ങളെയും ആക്ഷേപിക്കുന്നു. സംരക്ഷണം നൽകേണ്ട ഗവൺമെൻറ് ഇതെല്ലാം കണ്ടിട്ട് നിഷ്ക്രിയത്വം പാലിക്കുന്നു. ഒന്നും അറിയുന്നില്ല. സംരക്ഷണം നൽകേണ്ട ഗവൺമെൻറ് നിഷ്ക്രിയത്വം പാലിക്കുന്നു. 3, വാർത്താ ചാനലുകളും പത്രമാധ്യമങ്ങളും ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള അക്രമങ്ങളെക്കുറിച്ച് വാർത്ത കൊടുക്കുന്നില്ല. സാംസ്കാരിക നായകന്മാർ നിശബ്ദത പാലിക്കുന്നു, ഉറക്കം നടിക്കുന്നു. 4, വാർത്താ ചാനലുകളും പത്രമാധ്യമങ്ങളും ക്രിസ്തീയ സമുദായത്തിൻ്റെ ചെറിയ വീഴ്ചകൾ പോലും പർവ്വതീകരിച്ച് പൊതുസമൂഹത്തിന് മുമ്പിൽ കരുതേച്ച് കാണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ്? ചെറു സമൂഹങ്ങൾ എന്ന് പറഞ്ഞാൽ യുവതീവാക്കന്മാർ, വിദ്യാർത്ഥി ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെടും. അവർ സത്യമാണെന്ന് പറയാൻ നല്ലത് വാർത്താ ചാനൽ കാണുന്നവർ വിശ്വസിക്കുകയാണ്. സത്യം അറിയാതെ നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ ഒരു തലമുറയാണ് നമ്മൾ വഴിതെറ്റിക്കുന്നത്. വാർത്താ ചാനലുകളും പത്രമാധ്യമങ്ങളും ക്രിസ്തീയ സമുദായത്തിൻ്റെ ചെറിയ വീഴ്ചകൾ പോലും പർവ്വതീകരിച്ച് പൊതുസമൂഹത്തിന് മുമ്പിൽ കരുതേച്ച് കാണിക്കുന്നു. പല അവസരത്തിലും നുണപ്രചരണം വഴി സമൂഹത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. 5, കേരള സമൂഹത്തിന് ക്രൈസ്തവ സമുദായം നൽകിയിട്ടുള്ള സംഭാവനകളെ തമസ്കരിക്കുന്നു. അത് കർട്ടനിട്ട് മറച്ചിരിക്കുകയാണ്. അത് സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല. 6, ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ക്രിസ്ത്യാനികൾ തഴയപ്പെടുന്നു. സൽഫലമായി വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയിൽ മികച്ചു നിൽക്കുന്ന ക്രിസ്ത്യാനികളുടെ മക്കൾ ജോലി തേടി അന്യനാടുകളിൽ പ്രവാസികളായി അലയേണ്ടി വരുന്നു. 7, ന്യൂനപക്ഷ അവകാശങ്ങൾ, ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ഏകപക്ഷീയമായി നിഷേധിക്കപ്പെടുന്നു. അനീതിപരമായി ഈ സമുദായം പുറന്തള്ളപ്പെടുന്നു. 8, സമുദായ നേതാക്കന്മാരെയും വിശ്വാസാചാരങ്ങളെയും വ്യാപകമായി നിന്ദിക്കുന്നു. തൽഫലമായി സമുദായത്തിൻ്റെ കെട്ടുറപ്പ് ശിഥിലമാക്കുന്നു. 9, നീതിന്യായ മണ്ഡലങ്ങളിൽ കടുത്ത വിവേചനം നേരിടുന്നു. നീതിന്യായ മണ്ഡലം, നമ്മളൊരു കേസ് കൊടുക്കാൻ പോയാൽ എന്തിനാലും അത് സാഹചര്യം നോക്കി അത് പല വിധത്തിൽ വിവേചനത്തിന് നമ്മൾ ഇരയായിത്തീരുന്നു. 10, ദേവാലയങ്ങൾ, സിമിത്തേരികൾ, ശ്മശാനം, സിമിത്തേരി എന്ന് പറഞ്ഞാൽ മരിച്ചവരെ അടക്കുന്ന സ്ഥലം, അപ്പോൾ ദേവാലയങ്ങൾ, സിമിത്തേരികൾ തുടങ്ങിയവ അനുവദിക്കുന്നതിൽ കടുത്ത വിവേചനം ഈ സമൂഹം നേരിടുന്നു. 11, ക്രൈസ്തവരിൽ മഹാഭൂരിപക്ഷവും ഉപജീവനമാർഗം കണ്ടെത്തുന്ന കാർഷിക മേഖലയും മത്സ്യബന്ധന മേഖലയും അവഗണിക്കപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സമൂഹം, ഒരു പീഡിത സമൂഹം കടന്നു പോകുന്ന സങ്കീർണ സാഹചര്യങ്ങളും അതികഠിനമായ വേദനകളും പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് മാത്രം. ആവശ്യത്തിൽ കൂടുതൽ കടന്നു ചിന്തിക്കാൻ കഴിവുള്ള മലയാളി സമൂഹത്തിൽ ഈ സ്വരം ഒരു വനരോധനമായി മാറാതിരിക്കട്ടെ. അഗ്രാഹ്യമായൊരു സാന്നിധ്യം, അക്ഷയമായൊരു കാരുണ്യം, അഭയം ഗമിക്കും മാനവർക്കായി ഇന്ന് തിരുവോസ്തിയിൽ ഈശോ വാഴുന്നു. ഇന്ന് തിരുവോസ്തിയിൽ ഈശോ വാഴുന്നു. ആരാധന അങ്ങേക്കാരാധന, തിരുവോസ്തി രൂപനിൽ ആരാധന. ആരാധന അങ്ങേക്കാരാധന,
ആരാധന. ബലവാനായൊരു കർത്താവേ, ബലിയായി തീർന്നൊരു നായകനെ, ബലഹീനതയിൽ തളർന്നു ഞാൻ, ബലമേകണമേ ദിവ്യകാരുണ്യമേ. ആരാധന അങ്ങേക്കാരാധന, തിരുവോസ്തിരൂപനി ആരാധന. ആരാധന അങ്ങേക്കാരാധന, തിരുവോസ്തിരൂപനി ആരാധന. ആരാധന. കർത്താവായ യേശു പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന അത്ഭുതകരമായ സാന്നിധ്യം നൽകുന്ന സമയമാണിത്. ഈ സമയത്ത് മുട്ടുമേൽ നിന്ന് കുറച്ചു നേരം നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ലോകമെമ്പാടുമുള്ള സമൂഹത്തെ സമർപ്പിക്കാം. ദൈവം എത്രയോ ജനങ്ങളാണ്, എത്രയോ കോടിക്കണക്കിന് ആളുകളാണ്. 245 മില്യൺ ക്രിസ്ത്യൻസ്, 24 കോടി 25ഓളം കോടി ജനങ്ങൾ മതപീഡനത്തിൻ്റെ വേദനയിലാണ്. സ്ത്രീജനങ്ങൾ, കുട്ടികൾ, എത്രയോ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നു. ദൈവം ഈ ദിവസങ്ങളിൽ 300 പേര് തീയിൽ ചുട്ടുകൊല്ലപ്പെട്ട ആ വാർത്ത എല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, ലോകത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ. എല്ലാ രാജ്യങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. എല്ലാ ജനപദങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. തലമുറകളുടെ മേൽ കരുണയായിരിക്കണമേ. അവിടുന്ന് ലോകത്തിലേക്ക് കൃപ വർഷിക്കണമേ, സമാധാനം വർഷിക്കണമേ, അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണമേ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന കർത്താവേ, ആരാധന. നാഥ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ഈ വചനത്തിന് വേണ്ടി, ഈ നാമത്തിന് വേണ്ടി, ഈ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച കോടാനുകോടി വീരപുരുഷന്മാരോട് ചേർന്ന്, കോടാനുകോടി വീരജന്മങ്ങളോട് ചേർന്ന് ഞങ്ങളങ്ങ് ആരാധിക്കുന്ന കർത്താവേ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആത്മാവിശക്തിയോടെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആത്മാവിശക്തിയോടെ ആരാധിക്കാം. എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വിശ്വാസത്തോടെ കുറച്ചു നേരം ആരാധനയിൽ പങ്കുചേരുകയാണ്. യേശുവിനെ ആരാധിക്കുന്നു. സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോല ജയിലുകളിൽ ആരാധിച്ചപ്പോ, ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോല ജയിലുകളിൽ ആരാധിച്ചപ്പോ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ, കഷ്ടതയിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ, കഷ്ടതയിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആത്മാവിശക്തിയോടെ ആരാധിക്കാം. കർത്താവേ, സന്തോഷത്തോടെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. വാളിന് മുന്നിൽ, അഗ്നിക്ക് മുന്നിൽ, തടവറയിൽ, മരണത്തിന് മുന്നിൽ, കാട്ടുമൃഗങ്ങളുടെ മുന്നിൽ, ഹിംസ്ര ജന്തുക്കളുടെ മുന്നിൽ സിംഹം വാവിളർന്നപ്പോൾ, കർത്താവേ, അഗ്നിയിൽ എറിയപ്പെട്ടപ്പോൾ, കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ സന്തോഷത്തോടെ ധീരതയോടെ ജീവൻ അർപ്പിച്ച എല്ലാ പൂർവികരോട് ചേർന്ന് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ഇപ്പോൾ സഹിക്കുന്ന സകല ദാസന്മാരോട് ചേർന്ന് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ജീവനേക്കാൾ അധികമായി വിശ്വാസത്തെ സ്നേഹിക്കുന്ന, വിശ്വാസത്തിന് ജീവൻ അർപ്പിക്കാൻ തക്കോണം ധീരതയോടെ നിൽക്കുന്ന സകല ജനപദങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുമ്പിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോ, ആദ്യ സമവാളിൻ മുമ്പിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി
ആരാധിച്ചപ്പോ യേശുവിനായി ഈ ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുന്നേ. യേശുവിനായി ഈ ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുന്നേ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിശക്തിയോടെ ആരാധിക്കാം. ഹൃദയപൂർവ്വം യേശുവിനെ സ്നേഹിക്കുക. ലോകം മുഴുവനെയും കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുക. കർത്താവെ, അങ്ങയുടെ അരുവി അയക്കണമേ, അപ്പോൾ ഭൂതലം നവീകരിക്കപ്പെടും. കർത്താവെ, അങ്ങയുടെ കൃപ വർഷിക്കണമേ, അപ്പോൾ ജനതകൾ വിശുദ്ധീകരിക്കപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതത്തിൽ വേദനകൾ നേരിടുമ്പോ, കഷ്ടനഷ്ട പീഡകൾ നേരിടുമ്പോ, ജീവിതത്തിൽ വേദനകൾ നേരിടുമ്പോ, കഷ്ടനഷ്ട പീഡകൾ നേരിടുമ്പോ, പീഡിതക്കാർ രാജ്യം നൽകും സ്വർഗ്ഗതാതനെ നന്ദി ചൊല്ലി ആരാധിക്കാം. പീഡിതക്കാർ രാജ്യം നൽകും സ്വർഗ്ഗതാതനെ നന്ദി ചൊല്ലി ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിശക്തിയോടെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കരങ്ങളടിച്ച് സ്വപ്നം കണ്ട് ആരാധിക്കുന്നു. ഉണർവോടെ നിന്റെ നാമം പാടിയിടുന്നു. സ്നേഹരാജ സ്വപ്നം കണ്ട് ആരാധിക്കുന്നു. എല്ലാ മുട്ടും നിന്റെ മുമ്പിൽ മടങ്ങിയിടുന്നു. ദൈവരാജ്യ സ്വപ്നം കണ്ട് ആരാധിക്കുന്നു. എല്ലാ മുട്ടും നിന്റെ മുമ്പിൽ മടങ്ങിയിടുന്നു. ദൈവരാജ്യ സ്വപ്നം കണ്ട് ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിശക്തിയോടെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിശക്തിയോടെ ആരാധിക്കാം. ആത്മാവിശക്തിയോടെ ആരാധിക്കാം. ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ജ്ഞാനം നൽകണമേ, ജ്ഞാനത്തിന്റെ ഉറവ തുറക്കണമേ, ജ്ഞാനത്തിന്റെ അഭിഷേകം നൽകണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, അറിവ് നൽകണമേ, കൃപ നൽകണമേ, കൃപ നൽകണമേ, കൃപ നൽകണമേ, കൃപ നൽകണമേ, കൃപ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
മറ്റെല്ലാ ഹൃദയങ്ങളെയും ഈശോയുടെ ഈ അൾത്താരയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. പല സാഹചര്യങ്ങൾ കൊണ്ട് പല വിധത്തിൽ വേദനിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും സമർപ്പിക്കുന്നു. കുടുംബങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ഈ കോവിഡ് കാലഘട്ടത്തിന് എത്രയോ വിധത്തിലാണ് അവിടുത്തെ പ്രിയപ്പെട്ട ജനം പീഡിപ്പിക്കപ്പെടുന്നത്. എത്രയോ തരത്തിൽ അവിടുത്തെ പ്രിയപ്പെട്ട ജനത്തിൻ്റെ മേൽ ഭാരങ്ങൾ വയ്ക്കപ്പെടുന്നു. കർത്താവെ, അവരെല്ലാം ഈ അൾത്താരയുടെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുകയാണ്. കൊല്ലപ്പെട്ട മുഴുവൻ രക്തസാക്ഷികളെയും കൊണ്ടുവന്ന് സമർപ്പിക്കുകയാണ്. കർത്താവെ, വിശ്വാസത്തിനോട് ജീവൻ അർപ്പിച്ചവരെ സമർപ്പിക്കുകയാണ്. ദൈവമേ, എല്ലാം നഷ്ടപ്പെട്ടവരും എല്ലാം ഉപേക്ഷിച്ച് അങ്ങേക്ക് വേണ്ടി മാത്രം ജീവൻ തീരുമാനമെടുത്തവരുണ്ടല്ലോ, അവരെല്ലാം ഇപ്പോൾ സമർപ്പിക്കുന്നു. അവിടുന്ന് അറിയുന്ന എല്ലാ ഹൃദയങ്ങളെയും, എല്ലാ ജീവിതങ്ങളെയും അവിടുന്ന് അറിയുന്നു. കർത്താവേ, ഇപ്പോൾ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവെ ഹൃദയങ്ങളിലേക്ക് നിറയണമേ. എല്ലാ തരത്തിലുള്ള ശൂന്യതകളിലേക്കും പരിശുദ്ധാത്മാവെ നിറയണമേ. ആത്മാവിൽ ബലം പകരണമേ. ഇപ്പോൾ നവ്യമായി ജീവൻ പകരണമേ. അങ്ങയുടെ സ്നേഹം നിറയ്ക്കണമേ. ഉരുക്കി വാർക്കണമേ. പുതിയ സൃഷ്ടിയാക്കണമേ. പുതുജീവൻ നൽകണമേ. വേദനിക്കുന്ന മുഴുവൻ ജീവിതങ്ങളെ സമർപ്പിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ആഗമനം, പരിശുദ്ധാത്മാവ് ശക്തിയോടെ വന്ന് ആവസിക്കാൻ ആഗ്രഹിച്ച് ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീവിക്കുന്ന അരൂപിയെ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ഉരുക്കി വാർക്കണമേ. ജീവൻ നൽകണമേ. കൃപ നിറയ്ക്കണമേ. ദിശാബോധം നൽകണമേ. അഭിഷേകം നൽകണമേ. പ്രാർത്ഥിക്കുന്നു. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ. സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ. സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. കർത്താവായ ദൈവമേ, ഈ സമയം കുടുംബങ്ങളെ പ്രത്യേകം സമർപ്പിക്കുകയാണ്. വിശ്വാസത്തിനു വേണ്ടി മരണം ഏറ്റവും അങ്ങിയ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, അസംഖ്യം ആളുകൾ, അസംഖ്യം പേര് രക്തം ചിന്തി അങ്ങയുടെ വിശ്വാസത്തിന് വേണ്ടി ധീരമായി തീരുമാനമെടുത്തിട്ടുണ്ടല്ലോ. കർത്താവേ, മരിച്ചുപോയ എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും കുട്ടികളെയും ഇപ്പോൾ ഈ ബലിപീഠത്തിൽ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ മേൽ അങ്ങ് ചൊരിഞ്ഞ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ധീരതയ്ക്ക് നന്ദി പറയുന്നു. വിശ്വാസ ദൃഢതയ്ക്ക് നന്ദി പറയുന്നു. മനസ്സിൻ്റെ ബലത്തിന് നന്ദി പറയുന്നു. ആത്മാവിൻ്റെ സ്ഥൈര്യമെന്ന കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അവരുടെ കുടുംബാംഗങ്ങളെ ഞങ്ങൾ പ്രത്യേകം സമർപ്പിക്കുന്നു. ആ മരണം കണ്ടവരും അതിനോടനുബന്ധിച്ച് പ്രവർത്തിച്ചവർ, അതിനോട് ബന്ധപ്പെട്ട എല്ലാ ജീവിതങ്ങളെയും സമർപ്പിക്കുന്നു. ദൈവമേ, അവരുടെ മേൽ സ്നേഹം നിറയ്ക്കണമേ. വെറുപ്പോ വൈരാഗ്യമോ ഇല്ലാതിരിക്കട്ടെ. വൈരാഗ്യമോ വെറുപ്പോ അല്ല കർത്താവേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് ഹൃദയങ്ങളെല്ലാം നിറയ്ക്കണമേ. അവിടുന്ന് സൗഖ്യത്തിൻ്റെ അഭിഷേകം നിറയ്ക്കണമേ. അവിടുത്തെ ആത്മാവിനെ പകരണമേ. കർത്താവെ, അതിൽ നിന്ന് പുതിയ ഒരു വീര്യമുണരാൻ, കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി നിഷ്കളങ്കമായ സ്നേഹം വിതയ്ക്കാൻ, ഈ ലോകത്തെ നിഷ്കളങ്കമായി സ്നേഹിച്ചുകൊണ്ട് കർത്താവെ, ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകൾ എന്നതുപോലെ ആയിരിക്കാൻ കർത്താവെ കൃപ നൽകണമേ. ആ കുടുംബങ്ങളെ മുഴുവൻ സമർപ്പിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, എല്ലാ ഹൃദയങ്ങളെ മേലും വരണമേ. എല്ലാ ഹൃദയങ്ങളിലും അധികാരമുള്ളവനെ ഇപ്പോൾ അങ്ങയുടെ അങ്ങയുടെ ചൈതന്യം പകരണമേ. പരിശുദ്ധാത്മാവേ, കൈകൾ ഉയർത്തി ദാഹത്തോടെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ,
പ്രത്യേകമായി എല്ലാ തരത്തിലും പ്രത്യേകിച്ച് വേദന സഹിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു, അവരുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ പോലും നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കൾ, കുടുംബം മുഴുവനും നഷ്ടപ്പെട്ട് ഏകരായി തീർന്നവരെല്ലാവരെയും പ്രത്യേകം സമർപ്പിക്കുന്ന കർത്താവേ. കണ്ണുനീരോടെ ഇരിക്കുന്ന മുഴുവൻ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. ഇപ്പോൾ അങ്ങയുടെ ആത്മാവിനെ അവരുടെ ജീവിതത്തിലേക്ക് പകർന്ന് അവിടുത്തെ പദ്ധതികളെല്ലാം വീണ്ടും വെളിപ്പെടുത്തി കൊടുക്കണമേ കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവാണല്ലോ എല്ലാത്തിനും രൂപം നൽകുന്നത്, മനോഹരമാകുന്നത് പരിശുദ്ധാത്മാവാണല്ലോ, ലക്ഷ്യബോധം നൽകുന്നത് പരിശുദ്ധാത്മാവാണല്ലോ. ഇപ്പോൾ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, ഇപ്പോൾ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. ക്രൂരതയുള്ള എല്ലാ ജീവിതങ്ങളുടെ മേലും പരിശുദ്ധാത്മാവെ നിറയണമേ, എല്ലാ വൈകൃത സ്വഭാവങ്ങളുടെ മേലും പരിശുദ്ധാത്മാവ് നിറയണമേ. പാപം വഴി ഡിസോർഡറായി ലോകത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവേ അവിടുത്തെ സാന്നിധ്യം നൽകണമേ. പ്രപഞ്ചത്തിൻ്റെ മേൽ വ്യാപരിച്ചുകൊണ്ട് മനോഹാരിത നൽകിയ പരിശുദ്ധാത്മാവേ ഇപ്പോൾ ലോകത്തുള്ള സകല ജനപദങ്ങളുടെ മേലും വ്യാപരിക്കണമേ, എല്ലാ രാജ്യങ്ങളുടെ മേലും വ്യാപരിക്കണമേ. അവിടുത്തെ കൃപയാൽ സമാധാനം നൽകണമേ, അവിടുത്തെ കൃപയാൽ സ്നേഹം നിറഞ്ഞ ഹൃദയം നൽകണമേ. രണ്ട് കാര്യങ്ങൾ ഉയർത്തി വീണ്ടും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, സ്നേഹിക്കുന്ന ആത്മാവേ, സ്നേഹത്തിന്റെ ആത്മാവേ, ജീവൻ പകരുന്ന ആത്മാവേ, കൃപ നൽകുന്ന ആത്മാവേ, സകലത്തിന്റെ മേൽ കൃപ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ അരൂപിയേ നവ്യമാം ഞങ്ങളിൽ വസിക്കേണമേ. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ നവ്യമാം ഞങ്ങളിൽ വസിക്കേണമേ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നൽകപ്പെടുന്ന സമയമാണ്. ദിവ്യ കാരുണ്യ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. തുടർന്ന് എല്ലാവരും കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഈശോയെ, 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 ഇപ്പോൾ ലോകത്തെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ബാലികാ ബാലന്മാരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, രോഗികളായവരെ അനുഗ്രഹിക്കണമേ. തകർന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, പ്രാർത്ഥിക്കാൻ പറ്റാത്തവരെ മനസ്സ് മരവിച്ചു പോയവരെ അനുഗ്രഹിക്കണമേ. സ്നേഹം നഷ്ടപ്പെട്ടു പോയവരെ അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലും സ്നേഹത്തിന്റെ കൃപ, ധൈര്യത്തിന്റെ കൃപ, ഉണർവിന്റെ കൃപ, കൂട്ടായ്മയുടെ കൃപ നൽകണമേ
നിറച്ചു നീ ഉപയോഗിക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. തുടർന്നുള്ള നിമിഷങ്ങളിൽ ഈ ഷെക്കൈന ചാനലിനെയും ഇതിൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചാനൽ വഴി അനേക ദേശങ്ങൾക്ക് വലിയ ദൈവാനുഗ്രഹവും ഉണർവും സന്തോഷവും കൂട്ടായ്മയും ഉണ്ടാകണം. ദൈവത്തിൻ്റെ ഹിതമെല്ലാം ഇതുവഴി പൂർത്തിയാകേണ്ടതെല്ലാം പൂർത്തിയാകണം. അതിനുവേണ്ടി ഷെക്കീന ചാനലിനെയും ഈ ചാനലിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും ഇതിനോട് ബന്ധപ്പെട്ട മുഴുവൻ കുടുംബങ്ങളെയും വ്യക്തികളെയും സമർപ്പിക്കുന്നു. ദൈവമേ, കരങ്ങൾ നീട്ടി അവിടുന്ന് ഈ ഉദ്യമത്തെ ആശീർവദിക്കണമേ. അവിടുന്ന് ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കാൻ, ലക്ഷ്യം തെറ്റാതെ അങ്ങയോട് ചേർന്ന് നിൽക്കാൻ അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തി ഒന്നും കൂടെ സ്തുതിക്കുന്നു. ഷെക്കീന ചാനലിനെ അങ്ങയുടെ നാമത്താൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ആശീർവാദ സമയത്ത് ഈ ചാനലിനോട് ബന്ധപ്പെട്ട തടസ്സങ്ങളെല്ലാം മാറട്ടെ. ദൈവമേ, അങ്ങയുടെ കരം നീട്ടണമേ. അങ്ങയുടെ അതിശയകരമായ കരം ഈ ചാനലിന്റെ നേരെ നീട്ടണമേ. ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമേ, ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കണമേ. യേശുവേ, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.